ഡയലോഗ് പോലും ഇല്ലാതെ ഒരു സിനിമയിൽ നിന്ന് കല്യാണത്തലേന്ന് ഒരു പെൺകുട്ടീനെ അടിച്ചെടുത്തോണ്ട് വരാൻ പറ്റും. പക്ഷെ അങ്ങനെ പറ്റിയ ഒരാളുണ്ട്. വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നീ നിന്നിലേ. സ്റ്റിൽ ആ ഒരു തിലകൻ ചേട്ടന്റെ ഒരു ലുക്ക് ഇപ്പോഴും എവിടെയൊക്കെയോ ഉണ്ട്. പാതിയിൽ പാടാത്തൊരാ തേനൂരിടും കളിച്ചിരിതളുകൾ കണിമലരിതളുകൾ ചെഞ്ചുണ്ടിൽ ചേർന്നു. ഓരോ സുലൈമാനിലും ഓരോ മൊഹബത്ത് ഉണ്ടെന്ന് പറയുമ്പോഴേക്കും കുടിച്ചതിൽ അതേപോലെ ഒരു മൊഹബത്തുള്ള ഒരു സുലൈമാനി എപ്പോഴെങ്കിലും കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ട്. ഇപ്പോഴുണ്ടോ? ഇപ്പം സുലൈമാനി കുടിച്ചിട്ട്. ആദ്യമായിട്ട് ക്രഷ് തോന്നിയ ഒരു ആക്ട്രസ് ആരാ? മോണിക്ക ബെലൂഷി. എങ്ങനെയാ അപ്പൊ ഈ ഒരു കാരണം അൻവർ റഷീദ്, ദുൽഖർ, തിലകൻ ചേട്ടൻ, അപ്പം ആ ഒരു വലിയൊരു ഇത്രയും വലിയ നെയിംസ് ആണ്. അപ്പൊ അവരുടെ ഇടയിലേക്ക് ഒരു എൻട്രി അതെങ്ങനെയായിരുന്നു? തിലകൻ സാർ ആക്ച്വലി എന്റെ വീടിന്റെ മുകളിൽ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട്. അപ്പം ഒരു ദിവസം തിലകൻ സാർ അവിടെ ഒരു ഡബിങ്ങിന് വേണ്ടി വരുക. അപ്പം ഞാനന്ന് തിലകൻ സാറായിട്ട് കുറെ നേരം ഇങ്ങനെ വി ഹാഡ് എ വെരി നൈസ് കോൺവെർസേഷൻ. കുറെ നേരം സംസാരിച്ചു, ഞങ്ങൾ ഫോട്ടോസ് ഒക്കെ എടുത്തു. പക്ഷെ ആ ഫോട്ടോസ് ഞാൻ പിന്നീട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു. അപ്പം അത് സംഹൗ someone from the team of അൻവർ റഷീദ് എങ്ങനെയോ സാറിന് അൻവറിക്കയുടെ കയ്യിൽ ആ ഒരു ഇത് എത്തി ബേസിക്കലി. അപ്പൊ ഈ പറഞ്ഞതുപോലെ അൻവറിക്ക പറഞ്ഞു ഈ പറഞ്ഞതുപോലെ ഡയലോഗ് ഒന്നുമില്ല, പക്ഷെ നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്നുള്ളൊരു രീതിയിലുള്ള ഒരു പ്രീ കൺസീവ് നോഷൻ മാത്രമേ എനിക്ക് എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഐ വാസ് വെരി എക്സൈറ്റഡ്. എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഒരൊറ്റ ഡയലോഗ് പോലും ഇല്ലാതെ ഒരു സിനിമയിൽ നിന്ന് കല്യാണത്തലേന്ന് ഒരു പെൺകുട്ടീനെ അടിച്ചെടുത്തോണ്ട് വരാൻ പറ്റും. പക്ഷെ അങ്ങനെ പറ്റിയ ഒരാളുണ്ട്. ഓൾറെഡി ഇപ്പോൾ നിങ്ങൾ ഹൈലൈറ്റ് ഒക്കെ കണ്ടിട്ട് ആളെ മനസ്സിലായി കാണും. എന്നാലും സ്റ്റിൽ നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോഴും ആ സിനിമ കാണുമ്പോഴൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ വരുന്നുണ്ട്. ആ വ്യക്തിയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്, ജഗൻ. ഹലോ. ഹായ്. സ്റ്റിൽ ആ ഒരു തിലകൻ ചേട്ടൻ്റെ എനിക്ക് തോന്നുന്നു ആ ഒരു ക്യാരക്ടർ ചെയ്തോണ്ടാന്ന് തോന്നുന്നു ഒരു ലുക്ക് ഇപ്പോഴും എവിടെയൊക്കെയോ ഉണ്ട്. നല്ല കാര്യം. എന്തായാലും അതെനിക്ക് പലപ്പോഴും പലരുമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അഭിനയിച്ച് കഴിഞ്ഞിട്ടാണെന്നേ ഉള്ളൂ. പക്ഷെ ആ ഒരു റിസംബ്ലൻസ് വളരെ ഇതായിട്ടുള്ള രീതിയിൽ, പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ അതിനോട് ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ട് മീൻ കോണ്ടന്റ്സ് ഒക്കെ ഇറങ്ങണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ആൻഡ് ഇത് എനിക്ക് തോന്നുന്നു ആ ഒരു ഫേസ്ബുക്ക് ഇനീഷ്യലി ആ ഒരു ട്രോൾസും മീംസും ഒക്കെ ഇറങ്ങണ സമയമായിരുന്നില്ലേ. അപ്പം ആ ഒരു സമയത്ത് വളരെ ഈ പറഞ്ഞതുപോലെ മീംസും ആ ഒരു പഴയ ഫോട്ടോയും തിലകൻ സാറിന്റെ പഴയ ചെറുപ്പത്തിലുള്ള ഒരു ഫോട്ടോയും എന്റെ ആ ഒരു ടീനേജിലുള്ള ഫോട്ടോയും കൂടെ കമ്പയർ ചെയ്ത് അങ്ങനെ കുറെ ഫോട്ടോസ് വന്നു. നമുക്ക് എന്തായാലും അതിന്റെ ഒരു ഐക്കോണിക് സീൻ ഒന്ന് കണ്ടിട്ട് വിശദമായിട്ട് അങ്ങ് സംസാരിക്കാം. ആയിക്കോട്ടെ. ഇതിന്റെ ഒരു ബാലൻസ് കൂടി ഉണ്ട്. ഇത് ഈ ഒരു സീൻ വരുമ്പോഴേ ഇപ്പം ഓൾറെഡി അറിയാലോ, ഇപ്പം ഡയലോഗ്സ് ഇല്ല, ഒരു നോട്ടം അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് സീൻസ് ആയിരിക്കും. പക്ഷെ ആ സമയത്ത് വിചാരിച്ചിരുന്നത് ഇത്രയും വലിയൊരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് സീനായിട്ട് മാറും, അല്ലെങ്കിൽ ആൾക്കാർ ഇത്രയും നാൾ ഓർത്തിരിക്കുന്ന ഒരു സീനായിട്ട് മാറും അന്ന് കേട്ടപ്പോൾ വിചാരിച്ചിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു രീതിയിലൊരു പ്രതീക്ഷ വെച്ചില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വളരെ ആ ഒരു ടീനേജ് ഫേസ് ആയിരുന്നല്ലോ. അപ്പം ഞാനൊരു 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു അവസരം വരുന്നത്. അപ്പൊ ഈ പറഞ്ഞതുപോലെ അൻവറിക്ക പറഞ്ഞു ഈ പറഞ്ഞതുപോലെ ഡയലോഗ് ഒന്നുമില്ല, പക്ഷെ നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്നുള്ളൊരു രീതിയിലുള്ള ഒരു പ്രീ കൺസീവ് നോഷൻ മാത്രമേ എനിക്ക് എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനാണെങ്കിൽ അത് അഭിനയിച്ചിട്ട് ഒരു ഹാഫ് ഡേ ഷൂട്ടാണ്. പക്ഷെ എനിക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. പെട്ടെന്ന് ഇങ്ങനെ ഒരു റോള് വന്നു,
ഓക്കെ ദിസ് ഇസ് സംതിങ് ഇൻട്രസ്റ്റിംഗ്, ഇത് എന്തായാലും ഒന്ന് ചെയ്തു നോക്കാം, ലെറ്റ് സീ വെയർ ഇറ്റ് ഗോസ് എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ ഒറ്റ മനുഷ്യനോട് പറഞ്ഞില്ല, കാരണം എങ്ങാനും എഡിറ്റ് ചെയ്തു പോയാലും. അപ്പൊ ഞാൻ അതുകൊണ്ട് ആരുടെടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇറങ്ങി കഴിഞ്ഞപ്പം ഇറ്റ് ബിക്കെയിം സംതിങ് എൽസ് ഓൾ ടുഗദർ. എങ്ങനെയാ അപ്പൊ ഈ ഒരു കാരണം അൻവർ റഷീദ്, ദുൽഖർ, തിലകൻ ചേട്ടൻ, അപ്പം ആ ഒരു വലിയൊരു ഇത്രയും വലിയ നെയിംസ് ആണ്, അപ്പൊ അവരുടെ ഇടയിലേക്ക് ഒരു എൻട്രി അതെങ്ങനെയായിരുന്നു? അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അപ്പം ഞാൻ ഫുൾ സ്റ്റോറി പറയുകയാണെങ്കിൽ തിലകൻ സാർ ആക്ച്വലി എൻ്റെ വീടിന്റെ മുകളിൽ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട്, സാരംഗി റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞു. അപ്പം ഒരു ദിവസം തിലകൻ സാർ അവിടെ ഒരു ഡബിങ്ങിന് വേണ്ടി വരുക. അപ്പം ഞാനന്ന് തിലകൻ സാറായിട്ട് കുറെ നേരം ഇങ്ങനെ വി ഹാഡ് എ വെരി നൈസ് കോൺവെർസേഷൻ, കുറെ നേരം സംസാരിച്ചു, ഞങ്ങൾ ഫോട്ടോസ് ഒക്കെ എടുത്തു. അപ്പൊ ഈ പറഞ്ഞതുപോലെ അന്ന് പുള്ളിക്കാരനെ മീറ്റ് ചെയ്തു. പക്ഷെ ആ ഫോട്ടോസ് ഞാൻ പിന്നീട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു. അപ്പം അത് സംഹൗ സമൺ ഫ്രം ദി ടീം ഓഫ് അൻവർ റഷീദ് എങ്ങനെയോ സാറിന് അൻവറിക്കയുടെ കയ്യിൽ ആ ഒരു ഇത് എത്തി ബേസിക്കലി. അപ്പം അൻവറിക്ക ഡയറക്ട്ലി എൻ്റെ ഫാദറിനെ കോൺടാക്ട് ചെയ്തു. എൻ്റെ ഫാദർ ആണെങ്കിൽ ഒരു പ്ലേ ബാക്ക് സിംഗർ ആണ്. ഈ പറഞ്ഞ 14 പടങ്ങളോളം പാടിയിട്ടുണ്ട്. സോ ഈ പറഞ്ഞ ഡയറക്ടേഴ്സും മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിട്ടൊക്കെ കോൺടാക്ട്സ് ഉണ്ട്. സോ അൻവറിക്ക ഡയറക്ട്ലി റീച്ച് ഔട്ട് ചെയ്തു. അൻവറിക്ക വിളിച്ചിട്ട് പറഞ്ഞു, മോനൊന്നും വേണമായിരുന്നല്ലോ. അപ്പൊ അപ്പനാണെങ്കിൽ എന്തിനാണ്, അപ്പൊ ഒരു ചെറിയ ക്യാരക്ടർ ഉണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ അപ്പൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ഒരു ചെറിയ ക്യാരക്ടർ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഐ വാസ് വെരി എക്സൈറ്റഡ്. കാരണം ചെറുപ്പത്തിലാണ്, ഞാനൊരു ഏർലി ആ ഒരു ടീനേജ് അല്ല. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതി പറഞ്ഞപ്പം ഐ വാസ് ആണെങ്കിൽ ആ ഒരു ചെറിയ പ്രായമല്ലേ, ഐ വാസ് വെരി എക്സൈറ്റഡ്. ഞാൻ പ്രോബബ്ലി 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, അതായത് പ്രോബബ്ലി ഒരു 14 years ഐ ഗെസ്. അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഐ വാസ് വെരി എക്സൈറ്റഡ്. ലൈക്ക് പെട്ടെന്ന് ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഇൻഡസ്ട്രി ഫോർ മീ. അപ്പൊ ഈ പറഞ്ഞതുപോലെ കോഴിക്കോട്, അപ്പം ഇവിടെ ബിഫോർ ദാറ്റ് അൻവറിക്കേനെ ആദ്യം മീറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ടോക്കറ്റ് സ്കൂള്, അപ്പം ഈ കടവന്ത്ര ടോക്കറ്റ് സ്കൂളിന്റെ അവിടെ അടുത്തായിട്ട് ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ ചെന്നു. അപ്പം അൻവറിക്കേനെ മീറ്റ് ചെയ്തു. അൻവറിക്കാണെങ്കിൽ ഇങ്ങനെ ഫ്രെയിമൊക്കെ വെച്ച് നോക്കി, ഓക്കെ കൊള്ളാം എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ഇങ്ങനെ കോഴിക്കോട് അന്ന് ബീച്ചിലോട്ട്, അവിടെ ആ ബീച്ചിന്റെ അടുത്തൊരു വീടായിരുന്നു ബേസിക്കലി ലൊക്കേഷൻ, അങ്ങോട്ട് ചെല്ലാൻ എന്നുള്ള രീതിയിൽ പറയുമായിരുന്നു. സോ അങ്ങനെയാണ്. ഏതാ അപ്പൊ ഫസ്റ്റ് എടുത്ത ആ ഒരു സീൻ ഏതായിരുന്നു? ആദ്യം എടുത്ത സീൻ ഇഫ് ഐ റിമെമ്പർ റൈറ്റ് പ്രോബബ്ലി ആ തിരിഞ്ഞു നോക്കണില്ല, പുകയിലോട്ട് ഇങ്ങനെ പുക വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പൊടി തട്ടി ഇങ്ങനെ തിരിഞ്ഞു നോക്കൂലേ, അപ്പൊ പെട്ടെന്ന് ആ തിരിഞ്ഞു നോക്കുന്ന ഷോട്ടായിരുന്നു തോന്നുന്നു ആദ്യം എടുത്തത്. ഓക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് കണ്ടതിന് ശേഷം തിലകൻ സാർ ആ സമയത്ത് ലൊക്കേഷനില് വരാ കാണുക അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഞാൻ തിലകൻ സാറിനെ അന്ന് ഞാൻ സ്റ്റുഡിയോയിൽ മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ജീവിതത്തിൽ ഓക്കെ. അദ്ദേഹത്തിന്റെ അടുത്ത് എന്തെങ്കിലും റെസ്പോൺസോ ആഫ്റ്റർ ദ റിലീസ് അങ്ങനെ? ഇല്ല അല്ലേ? ഓക്കെ. DQ ആയിട്ടോ? ഞാൻ ആക്ച്വലി വി ഹാഡ് എ സെലിബ്രേഷൻ, ഒരു 150th ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇക്ക പെട്ടെന്ന് ഞാൻ അടുത്തോട്ട് വന്നിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത്, നീ ആണല്ലേ തിലകൻ സാറിന്റെ ചെറുപ്പം അഭിനയിച്ചതുള്ള രീതിയിൽ നമ്മളിതുവരെ പരിചയപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വി ജസ്റ്റ് മെറ്റ് ദാറ്റ് ഡേ, വി ടുക്ക് പിക്ചേഴ്സ് ആ ഒരു സമയത്ത്. ഓക്കെ. ഇപ്പൊ ആരോടും പറഞ്ഞില്ലെന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു റോള് വന്നതും സിനിമയെ കുറിച്ചിട്ടും. അപ്പോ ഒബ്വിയസ്ലി സിനിമ റിലീസായി കഴിഞ്ഞ് ഇത്രയും വലിയൊരു ഹിറ്റ് ആയി കഴിയുമ്പോൾ എന്തായാലും ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ്, നാട്ടുകാർ, അവരൊക്കെ അറിഞ്ഞിട്ട് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് കംപ്ലീറ്റ്ലി ലൈഫ് ആഫ്റ്റർ ഉസ്താദ് ഹോട്ടൽ. ലൈഫ് ആഫ്റ്റർ ഉസ്താദ് ഹോട്ടൽ വലിയ വ്യത്യാസം ഈ പറഞ്ഞതുപോലെ. ബട്ട് ദെൻ പീപ്പിൾ സ്റ്റാർട്ടഡ് റെക്കഗ്നൈസിങ് മീ, പീപ്പിൾ സ്റ്റാർട്ടഡ് അപ്രീഷിയേറ്റിംഗ് മീ. ഈ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ. ആ സ്റ്റോറി ആണെങ്കിലും പെട്ടെന്ന് ഹൂറിനെ അടിച്ചോണ്ട് പോയി, ഇറ്റ് വാസ് എ വെരി ഓഫ് ബീറ്റ് സ്റ്റോറി. നമ്മളതിനെ കല്യാണ വീട്ടിൽ പോയി കല്യാണ പെണ്ണിനെ അടിച്ചോണ്ട് ആ ഒരു രീതിയിൽ ആൾക്കാർക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ഫൗണ്ട് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ് ആ ഒരു രീതിയിൽ. പക്ഷെ അത് തിലകൻ സാർ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയാണെങ്കിലും എല്ലാം ഭയങ്കര ഇൻട്രീഗിങ് ആയിട്ടുള്ള രീതിയിലാണല്ലോ പറയുന്നത്. സോ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഡെഫിനറ്റ്ലി പീപ്പിൾ ഗോട്ട് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ക്യാരക്ടർ. ഓക്കെ. ഇപ്പൊ എന്താണ് പെട്ടെന്ന് ഇപ്പം ഉസ്താദ് ഹോട്ടൽ എന്ന് പറയുന്ന ആ ഒരു സിനിമ, ഉസ്താദ് ഹോട്ടൽ എന്ന് കേൾക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു അതിനുശേഷം പല ഹോട്ടലുകൾക്കും ഉസ്താദ് ഹോട്ടൽ എന്ന് പറഞ്ഞ പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം കാലിക്കറ്റ്, കൊച്ചി, പിന്നെ അതിലൊരു ടയറിൽ ഇങ്ങനെ ആ ഒരു സംഭവമൊക്കെ ഭയങ്കര വൈറലായ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഈ പടം ഇറങ്ങുന്നു, ഇപ്പം ഇത്രയും വൈറലാവുന്നു, എന്നാലും പെട്ടെന്ന് ചോദിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അൺഫോർഗറ്റബിൾ മെമ്മറിയോ
അങ്ങനെ എന്തെങ്കിലും? ഞാൻ തന്നെ പല സ്ഥലത്തോട്ട് പോയപ്പോഴും ഐ സീൻ ഇറ്റ് ആക്ച്വലി. ഇങ്ങനെ ഉസ്താദ് ഹോട്ടലിൽ നിന്ന് പേരുള്ള ഹോട്ടൽസ്, ഇപ്പം വിഴിഞ്ഞം, ട്രിവാൻഡ്രം വിഴിഞ്ഞം ഹാർബറിന്റെ അടുത്ത് ഒരു ഹോട്ടലുണ്ട്. അവിടെ നല്ല ഈ പറഞ്ഞതുപോലെ സുലൈമാനി കിട്ടും, നല്ല ഫിഷും ഇതൊക്കെ കിട്ടുമായിരുന്നു ആ സമയത്ത്. അപ്പം ഞാൻ കുറെ നാൾ മുമ്പ് പോയത്, പ്രോബ്ലി വെളിപാണ്ട് ഉത്സവത്തിൽ അഭിനയിക്കുന്ന സമയത്ത്. അപ്പൊ അവിടെ ചെന്ന് ഈ പറഞ്ഞതുപോലെ സുലൈമാനി കിട്ടും, ഞാനാണ് ഉസ്താദ് ഹോട്ടലിൽ അഭിനയിച്ചതെന്ന് ഇവരുടെ അടുത്തൊക്കെ പറയുമ്പോൾ ലൈക്ക് എവരിബഡി അപ്രീഷിയേറ്റ്സ് മീ. ആ ഒരു രീതിയിൽ ഗിവ് ദാറ്റ് ഒരു രീതിയിൽ ഒരു ഫീഡ്ബാക്ക് തരും. അപ്പം ഞാൻ അതല്ലാണ്ട് വേറെ പല പല സ്ഥലത്ത് പോയപ്പോഴും ദേ ഹാഡ് സം കൈൻഡ് ഓഫ് പെയിന്റിങ്സ്. ഈ പറഞ്ഞതുപോലെ ഉസ്താദ് ഹോട്ടലിനോട് കളർ മാത്രമല്ല, തിലകൻ സാറിന്റെ ആ ഒരു പെയിന്റിങ്സ് ആയിട്ടുള്ള രീതിയിൽ ആ ഹോട്ടലിനകത്തൊരു പെയിന്റിംഗ് ഇല്ലേ, അപ്പൊ അതുപോലത്തെ പെയിന്റിങ്സ് ഒക്കെ ഐ സീൻ ഇറ്റ് അറ്റ് മൾട്ടിപ്പിൾ പ്ലേസസ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു ബേസിക്കലി ആ പടം അത്ര ഒരു ഇമ്പാക്ട്ഫുൾ പടമായിരുന്നില്ലേ. സോ പ്രോബ്ലി ഇറ്റ്സ് മോർ ലൈക്ക് എ മൂവ്മെന്റ്. ആ ഒരു രീതിയിൽ എന്ന് വെച്ചാൽ ഭക്ഷണം എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഈക്വലി എൻജോയബിൾ ആയിട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ട് എവറിബഡി ഷുഡ് ആക്ച്വലി ഗെറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് ക്വാളിറ്റി ഫുഡ് എന്നുള്ള രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് ആണല്ലോ പടം കൺവേ ചെയ്യണത്. സോ ആ ഒരു മൂവ്മെന്റ് എന്നുള്ള രീതിയിൽ ഐ തിങ്ക് എസ്റ്റാബ്ലിഷ് ആയതുകൊണ്ടാണ് പ്രോബബ്ലി എ ലോട്ട് ഓഫ് ഹോട്ടൽസ് അഡോപ്റ്റഡ് ദാറ്റ് നെയിം. സോ ഓക്കെ, ഇപ്പം ആ സിനിമയിലാണെങ്കിലും ചില ഡയലോഗ്സ് ആണെങ്കിലും ഇപ്പം എന്താ ഓരോ സുലൈമാനിയിലും ഓരോ മുഹബത്ത് അല്ലേ, അങ്ങനെ എന്തോ ഒരു ഡയലോഗില്ലേ, ഓരോ സുലൈമാനിയിലും ഓരോ മുഹബത്ത് ഉണ്ട് ഫൈസി എന്നൊക്കെ പറയുന്നത്. അതേപോലെ അതിലെ സോങ്സ് ആണെങ്കിലും ഒക്കെ ഭയങ്കര വൈറലാണ്. ഇപ്പം നിത്യമേനായിട്ടുള്ള സീക്വൻസസ്, പെണ്ണ് കാണാൻ വരുന്നത്, അങ്ങനെ എനിക്ക് തോന്നുന്നു സിനിമ ഒരു സിനിമയുടെ എല്ലാ കാര്യങ്ങളും ആൾക്കാർക്ക് ഫേവറേറ്റ് ആവുന്ന വളരെ കുറച്ച് മൂവീസേ ഉള്ളൂ. അതിലൊന്നാണ് ഉസ്താദ് ഹോട്ടൽ. ഇപ്പൊ ഓൾറെഡി പറഞ്ഞു അച്ഛൻ മ്യൂസീഷ്യനാണ്, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. അപ്പൊ എന്തായാലും ഇപ്പം അച്ഛൻ പാടുന്ന സ്ഥിതിക്ക് മകനും പാടല്ലോ. അപ്പൊ ആക്ടിങ് അല്ലാതെ ഇതേപോലെ പാടുക, എഴുതുക, വരക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്കിൽസ് രണ്ടുപേരും പാടുമല്ലേ? അച്ഛൻ പാടുമ്പോ മകനും പാടാലോ. പാടാം. ഞാൻ ബേസിക്കലി പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഞാൻ ലൈക്ക് ഐ മീൻ ടു ആർട്ട്, അല്ലാണ്ട് പാട്ട് പാടാറുണ്ട്, പാട്ട് എഴുതാറുണ്ട് ചെറിയ രീതിയിൽ. പക്ഷെ ഞാൻ അധികം ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. ബട്ട് ദെൻ ഈ പറഞ്ഞതുപോലെ കുറെ പെർഫോം ചെയ്യായിരുന്നു ബാംഗ്ലൂരൊക്കെ ആയിരുന്നപ്പോ ഉള്ള സമയത്ത്. സോ വേണമെങ്കിൽ കാണാൻ ഓരോ വഴി തേടി കാണും നേരം നിഴിമൂടി ഓമലേ നീളയോ നാണമായി വഴുതിയിലയോ പുന്നാരം ചുരിയുമലവിളകളിളകി മറിയുമൊരു കടലായി കിന്നാരം പറയുമഴകിറവിലിളറി വിടരുമൊരു മഴയായി കളിച്ചിരിതളുകൾ കണിമലരിതളുകൾ നിരുപമിലനുപമമാ ചിഞ്ചുണ്ടിൽ 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 ചേർന്നു ചിഞ്ചുണ്ടിൽ 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 ചേർന്നു. ഓക്കേ, ഇതും വശമുണ്ടായിരുന്നു അല്ലേ? ചെറിയ രീതിയിൽ. ഓക്കെ, കൊള്ളാം, നന്നായിട്ട്. അപ്പൊ എന്തുകൊണ്ടാ പിന്നീട്, കാരണം ഈ സിനിമ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ വെളിപാടിന്റെ പുസ്തകം ചെയ്ത്, അപ്പം ആ ഒരു ഗ്യാപ്പ് പിന്നെ അതിനുശേഷം എവിടെ പോയി? ഇങ്ങനെ ഒരാളെ പിന്നെ ഇല്ല. നമ്മുടെ ഈ സീക്വൻസസ് ഇപ്പം സ്ക്രോൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ടി വിയിൽ സിനിമ വരുമ്പോഴായിരിക്കും കാണുന്നത്. അതല്ലാണ്ട് അതിനപ്പുറത്തേക്ക് പിന്നെ പെട്ടെന്ന് അപ്രത്യക്ഷമായി പോയി. പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുന്നു ജഗൻ. അപ്പം അത് കഴിഞ്ഞ് ലൈക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ വെളിപാട് ദിവസത്തിൽ അഭിനയിക്കുന്നത്. ബിറ്റ്വീൻ ദാറ്റും എനിക്ക് ചെറിയ രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടിയായിരുന്നു. ബട്ട് ദെൻ ഈ പറഞ്ഞതുപോലെ ഞാൻ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കണം, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം എന്നുള്ളൊരു രീതിയിലാണ്. ബിക്കോസ് ആ ഒരു സമയത്താണെങ്കിലും ഞാനൊരു സിനിമ ആസ് എ കരിയർ എന്നുള്ള രീതിയിൽ എനിക്ക് ആ ഒരു രീതിയിൽ മാത്രമായിട്ട് ഡെന്റ് വോണ്ട് ടു ഫോക്കസ്. അല്ലാണ്ട് പറഞ്ഞതുപോലെ പ്രൊഫഷണലി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു. സോ ഈ പറഞ്ഞതുപോലെ ഇൻ ബിറ്റ്വീൻ ദാറ്റ് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു. ആക്ച്വലി എഞ്ചിനീയറിംഗിന്റെ തേർഡ് ഇയർ പഠിക്കുമ്പോഴാണ് എനിക്ക് വെളിപാട് പുസ്തകത്തിന്റെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അത് കഴിഞ്ഞ് അപ്പം അത് കഴിഞ്ഞ് തേർഡ് ഇയർ ആയപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ലാൽജു സാറ് അപ്പനെ റീച്ച് ഔട്ട് ചെയ്യണത്, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഇങ്ങനെ ലാൽജു സാറിനെ മീറ്റ് ചെയ്തു. അപ്പൊ പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ ലാൽജു സാർ പറഞ്ഞു ഈ പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കാനുള്ള ഒരു അവസരമാണ്. അപ്പം ഈ പറഞ്ഞ ഞാൻ പറഞ്ഞു എന്റെ പരീക്ഷയൊക്കെ വരുന്നുണ്ട്, അപ്പം ലാൽജു സാർ ഇത്ര പറഞ്ഞുള്ളൂ,
പറഞ്ഞിട്ട് പരീക്ഷയൊക്കെ പിന്നെ എഴുതാം, പക്ഷെ ലാലേട്ടന്റെ കൂടെ അഭിനയിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടണമെന്നില്ല എന്നുള്ള രീതി. അത് പറഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, പരീക്ഷയൊക്കെ പിന്നെ എഴുതാം. പക്ഷെ എഞ്ചിനീയറിംഗ് ഒറ്റയടിക്ക് എല്ലാം ക്ലിയർ ചെയ്തു. ഓക്കെ, സപ്ലൈ ഒന്നുമില്ല. അത് ഞാൻ ലൈക്ക് 4 കൊല്ലം കൊണ്ട് തന്നെ എവറിഥിങ്. പിന്നെ അത് തന്നെ ഈ പറഞ്ഞ പോലെ ഐ ഡിഡ് മൈ PG മുംബൈയിൽ പോയി PG ചെയ്തു. ഞാൻ മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ്, മീഡിയ ബന്ധപ്പെട്ടുള്ള രീതിയിൽ കാര്യങ്ങളാണ് പഠിച്ചത്. സോ ആ ഒരു രീതിയിൽ പിന്നെ 2 കൊല്ലം വർക്ക് ചെയ്തു. പിന്നെ ഇപ്പം ഐ റൺ എ ക്ലോത്തിങ് ബ്രാൻഡ്. ഇറ്റ്സ് കോൾഡ് എസ് തൈക്ക. TAIK. അപ്പം അവിടെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ ഈ ഒരു രീതിയിലത്തെ എംബ്രോയിഡേഡ് ഗാർമെന്റ്സും അങ്ങനത്തെ പാർട്ടി വെയർസ്, കാഷ്വൽ വെയർസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത്. പിന്നെ അല്ലാണ്ട് വേറൊരു പേജും കൂടി റൺ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് കോൾഡ് എസ് തിങ്കർ. അപ്പം അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ AI ബേസ്ഡ് കോണ്ടന്റ്, എങ്ങനെ ഈ പറഞ്ഞ പോലെ വീഡിയോ ഉണ്ടാക്കാം, എന്ന് വെച്ചാൽ കുറെ നമ്മൾ AI ബേസ്ഡ് വിഷ്വൽസും സാധനങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഈ പറഞ്ഞതുപോലെ ഓഡിയോ മ്യൂസിക് എങ്ങനെ ഉണ്ടാക്കാം AI വെച്ചിട്ട്. സോ അങ്ങനത്തെ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഞാൻ പഠിച്ചതും അതാണ്. ഈ പറഞ്ഞതുപോലെ സിനിമയില് സജീവമായിട്ടില്ലെങ്കിലും അതിനോട് ചുറ്റുവട്ടുള്ള ഐ ഹാവ് ബീൻ എക്സ്പ്ലോറിംഗ് എ ലോട്ട് ഓഫ് തിങ്സ് റിലേറ്റഡ് ടു ദാറ്റ്. അപ്പം പക്ഷേ സിനിമ ഈസ് ഓൾവേസ് എന്തായാലും ദാറ്റ് വിൽ ബി coming first, I would say. Okay. ഈ വെളിപാടിന്റെ പുസ്തകത്തിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കാരണം ഫസ്റ്റ് മൂവി തന്നെ ഇത്രയും ഇപ്പം ഒരു ലെജൻഡറി ആക്ടറായ തിലകൻ സാറിന്റെ ഒരു ചൈൽഡ്ഹുഡ് അഭിനയിക്കുന്നു. അതിലുള്ള ആക്ടർ ഇപ്പം DQ പോലെ ഇത്രയും സ്റ്റാർ വാല്യൂ ഉള്ള ഒരാള്, അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ലാലേട്ടന്റെ അടുത്തേക്ക്. അതായത് ഒരു വലിയൊരു സ്ഥലത്ത് നിന്ന് വീണ്ടും അതേപോലത്തെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്, അത് വളരെ കുറച്ച് ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ലക്ക് ഫാക്ടറും കൂടിയാണ്. ഡെഫിനറ്റ്ലി. അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു ലാലേട്ടന്റെ കൂടെ? സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ഒരു എക്സ്പീരിയൻസ്, ഉസ്താദ് ഹോട്ടൽ വാസ് ജസ്റ്റ് 1 day ഷൂട്ട്. ആ ഒരു പക്ഷേ പടം ഇറ്റ് ഈസ് സംതിങ് എൽസ് ഓൾടുഗദർ. പക്ഷേ മോർ ദാൻ 100 days ഈസിലി. അപ്പം അത് കഴിഞ്ഞ് ഈ വെളിപാടിന്റെ പുസ്തകത്തിൽ അഭിനയിക്കുമ്പം ഇവിടെ ലാലേട്ടൻ ഉണ്ട്. ഇപ്പം ലാൽ ജോസ് സാർ ആണെങ്കിൽ ഞാനിവിടെ 2 മാസം ഈ സെറ്റിലായിരുന്നു. There I met a lot of people. ഈ പറഞ്ഞതുപോലെ അരുൺ കുര്യൻ ഉണ്ടായിരുന്നു, ശരത് അപ്പാനി ഉണ്ടായിരുന്നു, പിന്നെ അല്ലാണ്ട് ലിച്ചി ചേച്ചി, അനു മേനൻ, ചെമ്പൻ വിനോദ്. സോ ഇത്രയും വെറ്ററൻ ആയിട്ടുള്ള ആക്ടേഴ്സ് എങ്ങനെയാണ് അഭിനയിക്കുന്നത്. സോ ഈ ഒരു രീതിയിലൊരു എക്സ്പോഷർ, ഏതൊരു ആക്ടിങ് സ്കൂൾ അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്തും സിനിമ പഠിക്കാൻ പോകണതിനെക്കാട്ടും കൂടുതലൊരു രീതിയിൽ എനിക്ക് ലൈക്ക് ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് പഠിക്കാൻ പറ്റി. ബേസിക്കലി ആ ഒരു രീതിയിൽ ആസ് എൻ ആർട്ടിസ്റ്റ് ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം ഉസ്താദ് ഹോട്ടലിലാണെങ്കിലും പാട്ടുകളൊക്കെ ഭയങ്കര വൈറലായിരുന്നു. ഇപ്പം വാതിലിൽ ആ വാതിലിൽ പോലെ ഇതിലും മറ്റേ ജിംകി കമ്മൽ സോങ് ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു എവിടെ ചെന്നാലും ഈ ഒരു പാട്ടായിരുന്നു. എൻ്റെ അമ്മയുടെ ജിംകി കമ്മൽ ഇപ്പം കോളേജസിൽ ഫെസ്റ്റിവൽസിലാണെങ്കിലും അല്ലാണ്ട് ഇപ്പം ഇപ്പം ഓണം അതുപോലെ എന്ത് പ്രോഗ്രാം വന്നാലും ഈ ഒരു പാട്ട് അതിൻ്റെ ഒരു മെയിൻ പാർട്ടായിരുന്നു. സ്റ്റിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു അപ്പാനി ശരത്തിന്റെ ഇന്റർവ്യൂ എടുത്ത സമയത്തും പുള്ളി പറഞ്ഞായിരുന്നു പുള്ളിനെ എവിടെ കണ്ടാലും ഏത് ഫംഗ്ഷന് പോയാലും അപ്പൊ പ്ലേ ചെയ്യുന്നത് ഈ സോങ്ങാ. അപ്പൊ ആ ഒരു ഭാഗ്യം കൂടി കിട്ടിയിട്ടുണ്ട്. അഭിനയിച്ച 2 സിനിമകളിലെ പാട്ടുകൾ ഒരേപോലെ തന്നെ വൈറലായിട്ടുണ്ടായിരുന്നു. അത് ഈ ജിംകി കമ്മലാണെങ്കിലും ലൈക്ക് അത് സെറ്റിൽ വെച്ച് ആദ്യത്തെ പ്രാവശ്യം കേട്ടപ്പോ തന്നെ തോന്നി എനിക്ക് ഇത് സാധനം. അപ്പൊ ഈ സമയത്ത് ആ ഒരു സമയത്ത് ആൾക്കാർ റീലൊന്നും അധികം ഉണ്ടാക്കാത്ത സമയമാണല്ലോ. ബട്ട് ഈ പറഞ്ഞതുപോലെ പക്ഷെ ആ ഒരു സമയത്താണെങ്കിലും പലരും അതിന്റെ ഇപ്പം കവേഴ്സ് ചെയ്ത് ഡാൻസ് കവേഴ്സ് ചെയ്തു. ലോട്ട് ഓഫ് വെരി ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കെയിം ഔട്ട്. അപ്പം ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു മലയാളം ഇൻഡസ്ട്രിയിൽ അങ്ങനത്തെ ഈ പറഞ്ഞ പോലെ ചില ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടുകൾ വെച്ചിട്ട് കവർ വീഡിയോസ്, ഇങ്ങനെ ഡാൻസ് വീഡിയോസ് ഒക്കെ ചെയ്യണ പാട്ടുകൾ ആ ഒരു സമയത്ത് അധികം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു ജിമ്മിക്ക് കമ്മൽ പാട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കുറെ അടിപൊളിയായിട്ടുള്ള അങ്ങനത്തെ പാട്ടുകൾ വെച്ചിട്ട് പിന്നെ ഡാൻസ് വീഡിയോസ്, പിന്നെ ഒബ്വിയസ്ലി റീൽസ് കെയിം ഔട്ട് ആൻഡ് things got more interesting from there. Okay. പിന്നെ ഇപ്പൊ നിലവിൽ ഇപ്പൊ ഒരു തിരിച്ചുവരവ് വന്നല്ലോ. അപ്പൊ അതെങ്ങനെയായിരുന്നു? കാരണം ഇത്ര നാളും ഈ ഫ്രെയിമിന് പുറത്തായിരുന്നു. അപ്പോ പെട്ടെന്ന് എങ്ങനെ ഇതിന്റെ അകത്തേക്ക് വന്നത്? ഈ ഒരു പ്രീവിയസ് ഇന്റർവ്യൂ വഴി തന്നെയായിരുന്നു ആ സംഭവം? എന്താണെന്ന് വെച്ചാൽ ഞാൻ ബാംഗ്ലൂരായിരുന്നു ഇത്രയും നാൾ. ഐ വാസ് വർക്കിംഗ് ഫോർ എ കമ്പനി. ബിഫോർ ദാറ്റ് ഓൾസോ ഞാൻ മുംബൈയിൽ വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അവിടെയൊക്കെ ഈ പറഞ്ഞതുപോലെ ഞാൻ കുറച്ച് കോർപ്പറേറ്റ് സെക്ടേഴ്സിൽ അവിടെ സെയിൽസും ഇതൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാൻ വിചാരിച്ചു ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു
കം ബാക്ക്. അപ്പം ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്നു. ആൻഡ് ഈ പറഞ്ഞതുപോലെ ഞാൻ ഈ ക്ലോത്തിങ് ബ്രാൻഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി ആ രീതിയിൽ. ബട്ട് ദെൻ അലോങ് വിത്ത് ദാറ്റ് ഐ ഫെൽ ദാറ്റ് അഭിനയം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സിനിമയോട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങൾ നീഡ് ടു ഡെഫിനറ്റ്ലി എക്സ്പ്ലോർ. ബിക്കോസ് ആ ഒരു രീതിയിൽ എനിക്കൊരു ഭയങ്കര ആ ഒരു ഫീഡ്ബാക്കും ആൾക്കാർ പലപ്പോഴും നീ ഇവിടെ എന്താ ചെയ്യണേ, നീ ഇവിടെ ജോലി ചെയ്യണത് എന്തിനാന്നുള്ള രീതിയിൽ പലപ്പോഴും ഇങ്ങനെ ആൾക്കാർ ചോദിക്കാറൊക്കെ ഉണ്ട്. ദെൻ മോർ ദാൻ ദാറ്റ് ഈ പറഞ്ഞതുപോലെ സംടൈംസ് യു ജസ്റ്റ് ഹാവ് ഒരു കോളിംഗ് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലൊരു തോന്നൽ വരും. സോ യു ജസ്റ്റ് ഫോളോ ദാറ്റ്. അപ്പം ദാറ്റ് ഇസ് വാട്ട് ഐ ആം ഡൂയിങ്. ഓക്കെ. ഇപ്പൊ പുതിയ എന്തെങ്കിലും പ്രോജക്ട്സ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ പ്ലാനിങ് ഉണ്ടോ? ഇപ്പം ആക്ച്വലി 2-3 പേരായിട്ട് ഞാൻ ഡിസ്കഷനിലാണ്. സാവധാനം എന്തെങ്കിലുമൊക്കെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ഉസ്താദ് ഹോട്ടലിലാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം DQ ആയിട്ടാണെങ്കിലും തിലകൻ സാറായിട്ടാണെങ്കിലും ആ ഒരു കോംബോ സീൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ വെളിപാടിന്റെ പുസ്തകത്തിൽ വന്നപ്പം ലാലേട്ടന്റെ കൂടെയൊക്കെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാനും ലാലേട്ടൻ്റെ ഒരു ആക്ടിങ് നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ എന്തെങ്കിലും ഒബ്സർവ് ചെയ്ത എന്തെങ്കിലും ഫാക്ട്സ് ഉണ്ടോ? കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ലാലേട്ടനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യണത്, അപ്പം ലാലേട്ടൻ ഇങ്ങനെ കാരവാനിൽ നിന്ന് ഇറങ്ങി. അപ്പം ഞാൻ ആദ്യം കാണുന്നത് ഈ പറഞ്ഞതുപോലെ ലാൽജോ സാറിൻ്റെ മോണിറ്റർ അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ പെട്ടെന്ന് അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എല്ലാവരും വിളിച്ചു ലാലേട്ടൻ വന്നിട്ടുണ്ടോ അഭിനയിച്ചോടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓടി വന്ന് അവിടെ പെട്ടെന്ന് ലാൽജോ സാറിൻ്റെ മോണിറ്ററിൽ ഇങ്ങനെ നോക്കുക. പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ ഒരു ഗോൾഡൻ ബാക്ക് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് മുടി നീട്ടി വളർത്തിയ ഒരു ലാലേട്ടൻ അവിടെ നിൽക്കണം. അപ്പോൾ പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ ഞാൻ ഓക്കെ ലാലേട്ടനായിട്ടൊരു പടത്തിൽ അഭിനയിക്കാൻ പോകണമെന്നുള്ള രീതിയിൽ പെട്ടെന്ന് ദാറ്റ് റിയലൈസേഷൻ പോയിന്റ് വാസ് ദെയർ. അപ്പോൾ പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ ലാലേട്ടൻ അഭിനയിച്ച പടങ്ങളെല്ലാം മനസ്സിൽ കൂടി ഇങ്ങനെ ടക്ക് 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ കൂടി പോവുക. അപ്പോൾ പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ ഐ വാസ് ജസ്റ്റ് എൻജോയിങ് ദ മൊമെന്റ് ഓഫ് ഹൗ ഹി വാസ് ആക്ടിങ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഡയലോഗൊക്കെ പുള്ളിക്കാരന് കൊടുക്കുമ്പോഴാണെങ്കിലും പുള്ളിക്കാരൻ ഇങ്ങനെ ഡയലോഗ് എടുക്കും, ഇങ്ങനെ സ്കാൻ ചെയ്യണ പോലെ ലിറ്ററലി. അപ്പം ആ ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെ അപ്പം ഡയലോഗ് പുള്ളിക്കാരനൊക്കെ കൊടുത്ത് പുള്ളിക്കാരൻ ടപ്പട്ടപ്പയെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ്റെ ആ ഒരു ക്രാഫ്റ്റ് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പുള്ളിക്കാരൻ്റെ അഭിനയം കാണാൻ. കണ്ടിരുന്നു അവിടെ. നമ്മളിപ്പോൾ ഒരുപാട് എല്ലായിടത്തും കേൾക്കുന്ന സാധനം തന്നെയാണ്, കൈവിരലുകൾ കൊണ്ടുപോലും അഭിനയിക്കുന്ന ഒരു ആക്ടർ എന്നൊക്കെ പറയുമ്പോൾ. അപ്പം എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും ആ ഒരു ലക്കം കൂടി കിട്ടിയത് കാണുമ്പോൾ എനിക്കൊരു അസൂയ. ഞാൻ ഒരു വട്ടേ കണ്ടിട്ടുള്ളൂ. അവസരം കിട്ടും ഞാൻ ലാലേട്ടനൊരു സ്റ്റേജിൽ നിൽക്കുന്നു, ഞാൻ ഇവിടെ ആ സ്റ്റേജിൽ ആൾക്കൂട്ടത്തിൽ നിന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അത്രയും ദൂരെ. പക്ഷെ ഞാൻ ഇത്ര അടുത്തൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ വിഷമം 3 വർഷമായി പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ലാലേട്ടനായിട്ട് ഫൈറ്റ് സീക്വൻസ് ഉണ്ടായിരുന്നു. അതായിരുന്നു സീൻ. അത് ഈ പറഞ്ഞതുപോലെ അതിന്റെ ട്രെയിനിങ് ഉണ്ട്, ഇങ്ങനെ തലയും കുത്തി മറിയാനും മറ്റതും മറിച്ചതൊക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള ഒരു സംഭവം എന്താന്ന് വെച്ചാൽ ഞാൻ ലാലേട്ടനായിട്ടൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ ലാലേട്ടനെ കാല് വെച്ച് ചവിട്ടുവാണ്. അപ്പൊ ലാൽജോ സാർ അവിടെ വെച്ച് കട്ട് പറഞ്ഞു. എന്റെ കാലിങ്ങനെ ഇരിക്കുക പുള്ളിക്കാരൻ്റെ നെഞ്ചിന്റെ ജസ്റ്റ് ആ ഒരു സൈഡിലായിട്ട്. എല്ലാരും ഒറ്റ മനുഷ്യൻ സംസാരിക്കണ്ടായിരുന്ന ഒരു സെറ്റിൽ എല്ലാവരും ഗുഡായിട്ടിങ്ങനെ ഇരിക്കണായിരുന്നു. ഓക്കെ ഞാനാണെങ്കിലും ഓക്കെ. ഈ പറഞ്ഞതുപോലെ പുള്ളിക്കാരൻ അത്രയ്ക്കും ഭയങ്കര ജെന്റിൽ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരൻ നമുക്കാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആക്കും നമ്മളെ. സോ നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സ്പേസ് തന്നാൽ നമുക്ക് ആ ഒരു രീതിയിൽ പുറത്തെന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം ഭയങ്കര സപ്പോർട്ടിങ് ആയിട്ടുള്ളൊരു ആക്ടറാണ് സാർ. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത് ശരിക്കും ഐ എം ബ്ലെസ്ഡ് ദാറ്റ് വേ. ബട്ട് ദെൻ യാ ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ മെമ്മറി ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു എക്സ്പീരിയൻസ്. ഇപ്പോൾ ഈ 2 സിനിമയിൽ നിന്നിട്ടും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉസ്താദ് ഹോട്ടലിലേക്ക് വരുമ്പോഴേക്കും ആ മൗലവിയുടെ മകളായിട്ട് അഭിനയിച്ച കുട്ടിയല്ലേ, എന്താ പേര്, മാളവിക. അപ്പൊ അത്രയും നിങ്ങൾ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സമയത്ത് കൂടുതലും ആക്ച്വലി സെറ്റിൽ ഈ പറഞ്ഞ പോലെ സെറ്റ് വാസ് എന്ന് വെച്ചാൽ വെരി ക്യൂട്ട്. എന്ന് വെച്ചാൽ പഴയ ഈ കോഴിക്കോട് ബീച്ചിന്റെ അടുത്തുള്ള ഒരു സെറ്റായിരുന്നു അത്. അപ്പം ഈ പറഞ്ഞതുപോലെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും ലൈക്ക് വെരി ഫ്രണ്ട്ലി പീപ്പിൾ. എന്ന് വെച്ചാൽ എനിക്ക് ആകെ കൂടെ ഞാൻ ഓർക്കണ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവിടെ ആ സെറ്റിൻ്റെ അടുത്ത് ലൈക്ക് വെൻ ഐ എൻ്റർ ദ ഗേറ്റ് ഓഫ് ദാറ്റ് ഹൗസ്
പെട്ടെന്ന് എനിക്ക് കേൾക്കാൻ പറ്റുന്നത് ബീച്ചിലത്തെ ആ വേവ്സിന്റെ ഒച്ച എന്നുവെച്ചാൽ ഒരു കറക്റ്റ് ഒരു കോഴിക്കോട് വൈബ് ഇത് ചെയ്യുമ്പോൾ അതൊക്കെ എനിക്ക് എന്നുവെച്ചാൽ ആ വഴിയുടെ പേരോ ആ സ്ഥലത്തിന്റെ പേരോ ഒന്നും ഓർമ്മയില്ല. ദെൻ ഓൺലി തിങ് ആ ഒരു ബീച്ചിന്റെ ഒച്ച മാത്രം എനിക്ക് കേൾക്കാം. അവിടെ ആ സെറ്റിന്റെ അടുത്തുനിന്നൊരു ഈ പറഞ്ഞതുപോലെ പാങ്കുവിളി വിളിക്കണ ആ ഒരു ഒച്ച കേൾക്കാം. പിന്നെ അവിടെ സെറ്റിന്റെ അകത്തോട്ട് കയറിയപ്പോൾ അവിടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു, ഈ പറഞ്ഞതുപോലെ കുറെ ബാക്ക്ഗ്രൗണ്ട് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ ആ സെറ്റിൽ അഭിനയിച്ച സമയത്ത് ഞാനും മാളവികയായിരുന്നു മെയിൻ ആയിട്ടുള്ളത്. പിന്നെ അനുരക്കയുടെ കുറെ എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും എല്ലാവരും ഇങ്ങനെ കുറെ പേരുണ്ടായിരുന്നു. ഇപ്പൊ ഈ 2 സിനിമകളിലും കൂടെ അഭിനയിച്ച ആളുകളായിട്ട് ആ ഒരു സൗഹൃദം നിലനിൽക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ടച്ച് വിത്ത് കുറെ ആക്ടേഴ്സ് ഒക്കെ ആയിട്ട് ഞാൻ എപ്പോഴും ഐ മീൻ കോണ്ടാക്ട്. ഇപ്പം ഞാൻ വെളിവാണ്ടോത്സവത്തിലൊക്കെ അഭിനയിച്ച സമയത്താണെങ്കിലും വെങ്കിയുടെ ആദ്യത്തെ പടം അത്. അപ്പം അവനൊക്കെ ആ ഒരു സമയത്ത് ഞാൻ ഐ മെറ്റ് ഹിം ആ ഒരു സമയത്ത് പെട്ടെന്ന് ഐ ജസ്റ്റ് ഫെൽറ്റ് ദാറ്റ് ഹി ഈസ് എ റിയലി ടാലന്റഡ് ആക്ടർ. അപ്പം പെട്ടെന്ന് അവൻ അല്ലാണ്ട് എന്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് വെങ്കി ഇപ്പൊ മറ്റേ വിജയ് ദേവർകൊണ്ടാണ് അല്ലേ? അത് ആ ഒരു സ്പീച്ച് ആണെങ്കിലും അത് ബാങ് ഓൺ പുള്ളിക്കാരൻ ചെയ്തത്. ഐ ഫൗണ്ട് ഇറ്റ് റിയലി ഇൻട്രസ്റ്റിംഗ്. ആ ലാംഗ്വേജും പഠിച്ചിട്ട് അത് ഭയങ്കര മൈൻഡ് ബ്ലോയിങ്. ഇപ്പൊ അതിനുശേഷം ഇപ്പം എനിക്ക് തോന്നുന്നു വെളിപാടിന്റെ പുസ്തകം കഴിഞ്ഞിട്ട് ഇപ്പൊ കുറെ ഇയേഴ്സ് ആയല്ലോ. അപ്പൊ ഇനിയൊരു തിരിച്ചുവരവ് വരുമ്പോ ആസ് എൻ ആക്ടർ എന്തെങ്കിലും ഒക്കെ ഞാൻ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് മാറ്റണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്വയം ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? സ്വയം ഒബ്സർവ് ചെയ്ത് എന്താന്ന് വെച്ചാല് ഞാൻ ഏറ്റവും കൂടുതൽ ബിലീവ് ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ ഡോണ്ട് തിങ്ക് അബൌട്ട് എനിത്തിങ് എൽസ് ഇൻ യുവർ ആക്ടിങ്, ജസ്റ്റ് ഗോ വിത്ത് ദാറ്റ് ഫ്ലോ. ഇപ്പം ഡയറക്ടർ എന്ത് പറയണ ആ ഒരു ഐഡിയലി യു ഷുഡ് ബി ദ ഡയറക്ടേഴ്സ് ക്ലേ. ആ ഡയറക്ടർ എങ്ങനെയാണ് നമ്മളെ ഇത് ചെയ്യണത്, പുള്ളിക്കാരൻ്റെ ആ ഒരു വിഷൻ ഉണ്ടാവുമല്ലോ, നമുക്കത് എങ്ങനെയെങ്കിലും ഒരു സ്ക്രീനിലോട്ട് റിഫ്ലക്ട് ചെയ്യണതാണ് ഒരു നല്ലൊരു ആക്ടർ ചെയ്യേണ്ടത് ഐഡിയലി. സോ ദാറ്റ് ഈസ് വാട്ട് ഐ വിൽ ഫോക്കസ് ഓൺ. ഡയറക്ടേഴ്സ് ആക്ടർ ആണല്ലേ 100%. അല്ലാണ്ട് പിന്നെ എൻ്റെതായിട്ടുള്ള ക്രാഫ്റ്റ് എന്താന്ന് വെച്ചാൽ ഐ വിൽ ട്രൈ ടു പുട്ട് ദാറ്റ് ഓൾസോ ഓൺ ടു ദ സ്ക്രീൻ. ബട്ട് ദെൻ ഈ പറഞ്ഞതുപോലെ ആ ഒരു കമ്പൈൻഡ് ഇതാണല്ലോ. അപ്പം രണ്ടുപേരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി അല്ലാണ്ടും ബാക്കിയുള്ള ആൾക്കാരുടെയും ക്രിയേറ്റിവിറ്റി എല്ലാം കൂടെ കമ്പൈൻ ആവുമ്പോഴാണ് ഒരു നല്ല സിനിമ പുറത്തു വരുന്നത്. ഓക്കെ. ഇപ്പോ ഉസ്താദ് ഹോട്ടലിലെ ആ ഒരു ഡയലോഗിലേക്ക് തിരിച്ചു വരുമ്പോഴേ ഓരോ സുലൈമാനിലും ഓരോ മൊഹബത്ത് ഉണ്ടെന്ന് പറയുമ്പോഴേക്കും കുടിച്ചതിൽ അതേപോലെ ഒരു മൊഹബത്തുള്ള ഒരു സുലൈമാനി എപ്പോഴെങ്കിലും കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ട്. ഇപ്പോഴുണ്ടോ? ഇപ്പം സുലൈമാനി കുടിച്ച് തീർത്തു കപ്പക്കാലി. ഓക്കെ. എങ്ങനെയാ ഒരു ഇപ്പൊ ഒരു അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സീനിൽ അഭിനയിച്ചു, അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സോങ്ങിന്റെയും കൂടെ ഒരു ഭാഗമായിരുന്നല്ലോ. അപ്പൊ തിരിച്ച് പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോ എന്താണ്, മാരീഡ് ആണോ? ഞാൻ സിംഗിൾ ആണ്. സിംഗിൾ? വൈ സിംഗിൾ? റെഡി ടു മിംഗിൾ? അതിനൊക്കെ അതിൻ്റെതായ സമയമുണ്ടല്ലോ. ബട്ട് ദെൻ നൗ ഐ ഫെൽറ്റ് ദാറ്റ് ഈ പറഞ്ഞതുപോലെ ഐ നീഡ് ടു ഫോക്കസ് ഓൺ മൈ കരിയർ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞാൻ ഈ പറഞ്ഞ എൻ്റെ ബ്രാൻഡ് ഇത് ബിൽഡ് ചെയ്യണതിൽ ഐ എം ഫോക്കസ് ഓൺ ദാറ്റ്. അപ്പം ഇപ്പൊ തൽക്കാലം അങ്ങനെ പോകുന്നു. പ്രണയ സിനിമയോടും ബ്രാൻഡിനോടും മാത്രം അങ്ങനെയില്ല, ആലോചിക്കാം. കോൺസെപ്റ്റ് എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഇരിക്കണം എന്റെ ഫ്യൂച്ചർ പാർട്ട്ണറിന്? അങ്ങനൊന്നുമില്ല. Only thing is പുള്ളിക്കാരി whatever she is doing she should be ambitious and she should be humble. എന്നുവെച്ചാൽ ഒരു മ്യൂച്വൽ റെസ്പെക്ട് വേണം. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് മാത്രമേ ഉള്ളൂ. കാണാനൊക്കെ ഭയങ്കര സുന്ദരിയായിരിക്കണം, ഇത്ര മുടി വേണം, അതൊക്കെ നമുക്ക് അപ്പം നോക്കാം. ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ ക്രഷ് ഒക്കെ? ക്രഷോ കൊറേ ഉണ്ട്, ഞാൻ എണ്ണേണ്ടി വരും. അങ്ങനെ നമുക്ക് അത് സ്കിപ്പ് ചെയ്യാം. എന്തുണ്ട് പിന്നെ ക്രഷ് ഇല്ലാത്ത മനുഷ്യരില്ല. അങ്ങനെയാണെങ്കിൽ ക്രഷ് ആദ്യമായിട്ട് ക്രഷ് തോന്നിയ ഒരു ആക്ട്രസ് ആരാ? മോണിക്ക ബെലൂഷി. അതാരാ? മറ്റേ പാട്ടിറങ്ങി ആ റിയാക്ട് ചെയ്ത പുള്ളിക്കാരിയാണോ? പിന്നെ എനിക്ക് ആക്ച്വലി ശോഭന മാം, എസ്പെഷ്യലി ആ ഒരു എന്താ പറയാ, പ്രോബബ്ലി ലേറ്റ് ടീൻസിലുണ്ടായിരുന്ന ശോഭന മാം, പിന്നെ ഇരുവറുള്ള ഐശ്വര്യ റായ്. ഡിപ്ലോമാറ്റിക്
അങ്ങനെ അങ്ങനെ കുറച്ച് ഉള്ള ഐക്കോണിക് ആയിട്ടുള്ള പെട്ടെന്ന് ഇങ്ങനെ ഒരു എന്താ പറയാ പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോ എന്റെ മനസ്സിൽ വരുന്നത് അതൊക്കെയാ. അങ്ങനെയല്ലേ വരൂ. ഓക്കെ. ഇപ്പോൾ നമ്മുടെ ആക്ടിങ് അല്ലാതെ ഇപ്പം ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, അതേപോലെ ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ക്ലോത്തിങ് ബ്രാൻഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പം തിങ്കർ എന്ന് പറഞ്ഞ പേജ് ഉണ്ടല്ലേ, അപ്പം അത് ആക്ച്വലി എന്താ ഹാൻഡിൽ ചെയ്യുന്നത്? അത് ഇറ്റ്സ് ആക്ച്വലി വെരി ഡിഫറെന്റ് കൈൻഡ് ഓഫ് കോണ്ടന്റ്. അപ്പം ഒരു പുതിയതായിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ എക്സ്പ്ലോർ ചെയ്യണത്. നമ്മൾ സംഭവം എന്താ വെച്ചാൽ ഈ AI ബേസ്ഡ് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ വി വാച്ച് ഇറ്റ് റെഗുലർലി, സ്പെഷ്യലി മീം കോണ്ടന്റ്. ഇപ്പം AI വെച്ചിട്ടുള്ള മീംസ് ആണ് ഇൻസ്റ്റഗ്രാം നിറച്ചു. നമുക്ക് മനസ്സിലാവില്ല ഇത് റിയൽ ആണോ ഇപ്പൊ മറ്റേ ഒറക്ക ആ ഒരു വെയിലിന്റെ ഒരു അത് അവരുടെ കുറെ വീഡിയോസ് ഞാൻ കണ്ടു. അതിപ്പോ ഏതാ റിയൽ ഏത് മനസ്സിലാവുന്നില്ല. അപ്പം അവര് എല്ലാരും വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഈ AI വെച്ചിട്ടുള്ള സംഭവം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. അപ്പം ഞാൻ പ്രോബബ്ലി കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഐ ബിൻ അപ്സ്കില്ലിംഗ് ലോട്ട് വിത്ത് റെസ്പെക്ട് ടു AI. അത് എങ്ങനെ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ഉപയോഗിക്കാം. അപ്പം ദാറ്റ് ഈസ് ദി ഐഡിയ ഇൻ വിച്ച് ഞാൻ ഈ തിങ്കർ എന്ന് പറഞ്ഞ ഈ പേജ് തുടങ്ങിയത്. അപ്പം ഈ ഒരു പേജ് എന്ന് വെച്ചാൽ പ്രൈമറിലി ഒരു ബ്രാൻഡുകൾക്കൊരു ലോഞ്ച് പാഡാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ ഞാനിപ്പം എൻ്റെ തൈക്ക എന്ന് പറഞ്ഞ ബ്രാൻഡ് ഞാൻ ഈ തിങ്കർ എന്ന് പറഞ്ഞ പേജിൽ കൂടിയാണ് ലോഞ്ച് ചെയ്തത്. അപ്പം ഞാൻ അതിൻ്റെ അകത്തൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഞാനും തിങ്കറായിട്ടുള്ള എൻ്റെ ഒരു വേറെ ക്യാരക്ടർ എന്നുള്ള രീതിയിൽ ഒരു ഇൻട്രാക്ഷൻ പോലെ ചെയ്തിട്ട് ഇച്ചിരി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ. അപ്പം അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഓരോരോ ബ്രാൻഡ്സ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്യാം. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് എനിക്ക് മോസ്റ്റ്ലി ഒരു സർവീസ് എന്നുള്ള രീതിയിലും ഞാൻ അതിനെ കാണുന്നുണ്ട്. അതായത് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇഫ് വി കൻ സപ്പോർട്ട് സംവൺ, അപ്പം ആസ് എ പാർട്ട് ഓഫ് ദാറ്റ് ഐ എം ഓഫറിംഗ് ടു ക്രിയേറ്റ് ലോഗോസ് ഫോർ ഫ്രീ ഫോർ പീപ്പിൾ ഹു ആർ പാഷനറ്റ്. അപ്പം ഈ പറഞ്ഞതുപോലെ അവരുടെ എന്താ ചെയ്യണേ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുവാണെങ്കിൽ ഐ ഡെഫിനറ്റ്ലി വോണ്ട് ടു സപ്പോർട്ട് ദം ഇൻ മൈ ഓൺ വേ. ഇപ്പം സംതിങ് ദാറ്റ് ഐ എം ഗുഡ് അറ്റ് ഇസ് ക്രിയേറ്റിംഗ് ലോഗോസ് ആൻഡ് ആ ഒരു രീതിയിൽ. അപ്പം ഞാൻ ഐ തോട്ട് ദാറ്റ് ഈ പറഞ്ഞതുപോലെ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാം. ബട്ട് ഫ്രം ദാറ്റ് ഈ പറഞ്ഞതുപോലെ AI വെച്ചിട്ട് നമുക്ക് എങ്ങനെ മ്യൂസിക് നല്ല രീതിയിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വീഡിയോസ് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ജനറേറ്റ് ചെയ്യാം. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയാൽ ഇങ്ങനെ AI വെച്ച് അപ്സ്കിൽ ചെയ്യാം, AI വെച്ച് അത് ചെയ്യാം നല്ല 100 പേര് 100 രീതിയിലുള്ള കാര്യങ്ങളാണ് പറയണത്. പക്ഷെ ആൾക്കാർക്ക് ആക്ച്വലി ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള കോണ്ടന്റ് ഇത് ചെയ്യണത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ്. സോ അതാണ് ആ ഒരു പേജിൽ നിന്നുള്ള മെയിൻ എൻ്റെ ഒരു ഗോൾ. ഓക്കെ. AI എന്ന് പറയുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു AIയുടെ ഇപ്പം നല്ല വശങ്ങളാണ് പറഞ്ഞത്, പക്ഷെ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ റിയൽ ഏതാണ് AI ഏതാണെന്ന് ഒരു നോർമൽ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ഒരു സാധാരണ ഒരാൾ ചിലപ്പോൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് AI വീഡിയോ ആയിരിക്കും, അത് ചിലപ്പോൾ ഒരു മിസ്ലീഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോ ആയിരിക്കും. പക്ഷെ അവർക്കത് റിയൽ ആണെന്ന് വിചാരിക്കുന്ന അതിൻ്റെ ഒരു ഡേഞ്ചറസ് സൈഡും കൂടി ഉണ്ട്. 100% അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ അത് വളരെ എന്ന് വെച്ചാൽ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞതുപോലെ ആക്ട്രസിൻ്റെ ഒക്കെ ഈ പറഞ്ഞതുപോലെ ഇതായിട്ടുള്ള മോഫ് ചെയ്ത പിക്ചേഴ്സ് അതൊക്കെ പിന്നെയും കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ അതനുസരിച്ചുള്ള റെഗുലേഷൻസ് തന്നെ ബേസിക്കലി എന്ന് വെച്ചാൽ ഫേസ്ബുക്ക് ആസ് എ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഏതൊരു പ്ലാറ്റ്ഫോമാണ് അത് ഇത് ചെയ്യണമെങ്കിലും അതനുസരിച്ച് റെഗുലേറ്ററി ആയിട്ടുള്ള ഒരു ഇതും തന്നെ അതനുസരിച്ച് ഈ പറഞ്ഞതുപോലെ ഓരോരുത്തർക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് ഈ ക്രൈംസ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം തന്നെ. സോ ആ ഒരു രീതിയിൽ ഭയങ്കര എന്നുവെച്ചാൽ അപ്കമിങ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ആണ്. ബട്ട് ദെൻ അറ്റ് ദ സെയിം ടൈം അതിൻ്റെ നെഗറ്റീവ് സൈഡ്സും ഉണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള നമ്മൾ പ്രിക്കോഷൻസും ഇതനുസരിച്ചുള്ള കാര്യങ്ങൾ വി നീഡ് ടു നോ വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് അസ് എന്നുള്ള രീതിയിലാണ്. സോ ദാറ്റ്സ് മൈ ടേക്ക് ഓൺ ഇറ്റ്. ഇപ്പം ഇങ്ങനെ ഈ AI ഡേഞ്ചറസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാവല്ലോ, അവരുടെ അടുത്തൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? ദ തിങ് ഈസ് നമുക്ക് ഒരു ടെക്നോളജി നമുക്ക് അറിയാമെങ്കിൽ അത് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. സോ അതിപ്പം നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതിന് പകരം ഇഫ് യു സ്റ്റാർട്ട് എക്സ്പ്ലോറിങ് ദ പോസിറ്റീവ് സൈഡ് ഓഫ് ഇറ്റ്. ഫോർ എക്സാമ്പിൾ നീ ഇപ്പം ഇഫ് യു ആർ ക്രിയേറ്റിംഗ് മീംസ് ആൻഡ് എവറിത്തിങ്, അപ്പോൾ നിങ്ങൾക്ക് വൈ കാൻറ്റ് യു ആക്ച്വലി ബിൽഡ് എ ബ്രാൻഡ് ഓർ ബിൽഡ് സംതിങ് ഓഫ് യുവർ ഓൺ യൂസിങ് AI. അപ്പം നമുക്ക് ആ ഒരു രീതിയിൽ നമുക്കും ഗുണകരമായിട്ടുള്ള കാര്യമാണ്, നമുക്ക് ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കും ഗുണകരമായിട്ടുള്ളൊരു കാര്യം ചെയ്യുവാൻ പറ്റുവാണെങ്കിൽ ദെൻ
ദാറ്റ് ഈസ് ദ റൈറ്റ് തിങ് ടു ഡു റൈറ്റ്. നമ്മളല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ വായി തോന്നിയ കാര്യം ലൈക്ക് ഈ പറഞ്ഞതുപോലെ എനിവേ ഔട്ട് ഓഫ് ദാറ്റ് നോ വൺ ഇസ് എന്നുവെച്ചാൽ കുറച്ച് ആൾക്കാർക്ക് സെർവ് ചെയ്യണമെന്നല്ലാണ്ട് ആർക്കും ഒരു ഗുണകരമായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. സോ ഡെഫിനറ്റ്ലി ആൾക്കാർ അത് നല്ല രീതിയിലുള്ള ആ ഒരു സൈഡും ദേ നീഡ് ടു എക്സ്പ്ലോർ ഇറ്റ് ആൻഡ് ഐ തിങ്ക് ദർ ഇസ് എ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ ദർ. ഇപ്പം നോർമലി ഇപ്പം ഒരു സാധാരണ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാൾക്ക് കുറച്ചൊരു സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീ AI സൈറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഏതൊരു കുട്ടികൾക്കാണെങ്കിലും ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഗൂഗിൾ ഇസ് ഓഫറിങ് ഗൂഗിൾ AI Pro എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പം അത് 1 year സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഫ്രീ ആണ്. അത് ആൾക്കാർക്ക് അറിഞ്ഞൂടാ. അല്ലാണ്ട് തന്നെ ഇപ്പം ഗൂഗിൾ AI Pro ആദ്യത്തെ ഒരു മാസം ഫ്രീ ആണ്. അപ്പം അത് വെച്ചിട്ട് യു ക്യാൻ ഗെറ്റ് ടു ലേൺ ഹൗ ടു യൂസ് ഈ പറഞ്ഞതുപോലെ അത് എങ്ങനെയൊക്കെ ഇമേജസ് ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതുകൊണ്ട് വീഡിയോസ് എങ്ങനെ ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ബിസിനസ്സിൻ്റെ യൂസ് കേസസിനെ എങ്ങനെ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാം. സോ അങ്ങനെ നമ്മൾ തന്നെ അപ്സ്കിൽ ചെയ്യാൻ ഉള്ള രീതിയിൽ യു നീഡ് ടു സ്റ്റാർട്ട് യൂസിങ് AI എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ ജഗന്റെ കുറേ വിശേഷങ്ങൾ കേട്ടു, ഉസ്താദ് ഹോട്ടലിലെ വിശേഷങ്ങൾ കേട്ടു, വെളിപ്പാടിൻ്റെ പുസ്തകത്തിലെ വിശേഷങ്ങൾ കേട്ടു. ആൻഡ് ഇപ്പോൾ ഫാദർ ഒരു മ്യൂസീഷ്യൻ ആണെന്ന് പറഞ്ഞു. ഇതല്ലാണ്ട് ബാക്കി ഫാമിലി ആരൊക്കെയുണ്ട്, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, എവിടെയാണ്? ഓക്കെ, ഞാൻ ഇവിടെ എറണാകുളത്ത് കലൂര താമസിക്കുന്നത്, ലൈക്ക് ഫാമിലി ആയിട്ട് താമസിക്കുന്നത്. ഇപ്പം എൻ്റെ അമ്മയുണ്ട്, പിന്നെ വീട്ടിൽ അനിയനും ഉണ്ട്. ഇപ്പം അമ്മയാണെങ്കിൽ ഷീറാൻസ് ബുട്ടീക്ക് ഇവിടെ കലൂര് തന്നെ രംഗീല ഡിസൈനർ ബുട്ടീക്ക് എന്ന് പറഞ്ഞുള്ളൊരു ബുട്ടീക്ക് റൺ ചെയ്യുവാണ്. അപ്പം ഓൺലൈനായിട്ട് ഈ പറഞ്ഞതുപോലെ ഞാനൊന്ന് ഇടക്ക് വരാം, ആയിക്കോട്ടെ, ഓൾവേസ് വെൽക്കം. അപ്പം പിന്നെ അതല്ലാണ്ട് എൻ്റെ അനിയനുണ്ട്. അപ്പം അനിയനാണെങ്കിലും ഒരു സിംഗറാണ്, അവൻ പ്രൊഫഷണൽ ആയിട്ടൊരു പിയാനിസ്റ്റ് ആണ്. ഈസ് എൻ 8th grade പിയാനിസ്റ്റ്. വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു സിംഗറാണ്. അപ്പം അല്ലാണ്ട് ഇങ്ങനെ കുറെ റീൽസ് ഒക്കെ അവന് ഇടാറുണ്ട് ഇടയ്ക്കൊക്കെ. ഓ, അപ്പോ ഒരു കലാകുടുംബമാണ്. 100%. അമ്മക്ക് എന്തെങ്കിലും, അമ്മ പാട്ട് പാടും, ഡാൻസ് കളിക്കും, അങ്ങനെ? മമ്മി കുറച്ച് എഴുതാറൊക്കെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ. അപ്പം ആ ഒരു രീതിയിൽ ഇച്ചിരി എല്ലാവരും അവരുടേതായ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പൊ കറക്റ്റാ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് ഇപ്പൊ ഒരുപാട് സന്തോഷം വന്നതിലും. ആൻഡ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ചില ക്യാരക്ടേഴ്സ് നമ്മളിങ്ങനെ ജസ്റ്റ് കണ്ടിട്ട് അവർ പെട്ടെന്ന് വാനിഷ്ഡായി പോവും. എന്നിട്ട് നമ്മൾ പിന്നീട് അവരെ കുറിച്ച് ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഡിസ്കഷൻസ് കാണാറുണ്ട്, ഇന്ന സിനിമയിൽ ഇന്ന ആള് പിന്നീട് എവിടെയും കണ്ടില്ലല്ലോ എന്ന്. അപ്പൊ അങ്ങനെ ഒരാളെ ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും ഇനി നല്ല നല്ല സിനിമകളായിട്ട് തിരിച്ചു വരൂ. വലിയൊരു കംബാക്ക്, ഇനി വരുന്നത് വലിയൊരു കംബാക്ക് ആവട്ടെ. അപ്പോൾ നല്ലൊരു സിനിമയുടെ നല്ല നല്ല സിനിമകളുടെ ഭാഗമാവാൻ സാധിക്കട്ടെ. ആൻഡ് ഇതേപോലെ പാട്ടും അതിന്റെ ഇടയിൽ കൂടി കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഒരു സോങ്ങും കൂടി കേട്ടിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. മന്ദാരച്ചെപ്പുണ്ടോ, മാണിക്കല്ലുണ്ടോ, കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ, വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരും മൗനം പാടുന്നു, ഉള്ളിൽ ആമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. ഓക്കെ, താങ്ക് യു.